100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഞാൻ മനസ്സിലാക്കുന്നത്, രണാങ്കണത്തിൽ പോയി യുദ്ധക്കളത്തിൽ പോയി വെട്ടുകൊണ്ട് സഹാബത്ത് ഷഹീദായി ഒരു വട്ടവേ മരിച്ചുള്ളൂ, ഒറ്റ വട്ടവേ മരിച്ചുള്ളൂ എന്ന താടി വളർത്തിയിട്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ, തൊപ്പി ഇട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോൾ കൂട്ടുകാർ പരിഹസിക്കും. തങ്ങള് വലിയ മഹാൻ കണ്ടോടാ, വലിയ ഞങ്ങളായടാ, വലിയ മഹാനായി കണ്ടോ, ഇന്നലെ വരെ നടന്നവളാ, ഇപ്പൊ ഫർദ് ഹിജാബ് ഇട്ടുണ്ട്. എടോ, നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് അവർ കൊല്ലുകയാ, പരിഹസിക്കുകയാ, നാണം കെടുത്തുകയാ. ഓരോ ദിവസവും നമ്മൾ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയാ. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവന് 100 ഷഹീദിന്റെ കൂലിയുണ്ട് ഈ കാലഘട്ടത്തിൽ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ സുന്നത്താണ് തൊപ്പി ധരിക്കുന്നത്. നിസ്കരിക്കുമ്പോൾ പോലും ധരിക്കുന്ന എത്ര പേരുണ്ടോ? നിസ്കരിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നത് ആകെ തലമറയ്ക്കുന്ന സമയം, എൻ്റെ നിസ്കരിക്കുമ്പോൾ പോലും ചെറുപ്പക്കാർ തലമറയ്ക്കത്തില്ല, പക്ഷേ കല്യാണത്തിന് പോകുമ്പോൾ തലമറയ്ക്കുക, നിക്കാഹിൻ്റെ അന്ന് മാത്രം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെന്നെങ്കിലും ഒരു തൊപ്പിയോ അല്ലെങ്കിൽ കർച്ചീഫോ എടുത്തു, എന്തിനാ മോനെ അപ്പം മാത്രം മറയ്ക്കുന്നത്? നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ സ്ഥാനം ധൈര്യം അള്ളാഹു കൊടുക്കും. പേടി, ഇന്ന് നമുക്ക് പേടിയല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ഹൃദയത്തിനകത്ത് നിന്ന് പേടി നഷ്ടപ്പെട്ടു പോകും. ഇന്ന് നമ്മുടെ അവസ്ഥ എന്തെന്നറിയോ? പടച്ചവനെ നമുക്കിപ്പോ ഭയവാ. ഉസ്താദെ, പൗരത്വ ബില്ല് വരുന്നു, ഏക സിവിൽ കോഡ് പാസ്സാക്കാൻ പോകുന്നു ഉസ്താദെ. കേന്ദ്ര ഗവൺമെന്റ് ഓരോ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാ, ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുകയാ. നമ്മൾ എന്ത് ചെയ്യും ഉസ്താദെ? നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, നമുക്ക് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ഭയമാ, നമ്മുടെ പേടിയതാ. അള്ളാനെ ഒന്നും പേടിയില്ല, മരണത്തെ ഒന്നും പേടിയില്ല, ഖബറിനെ ഒന്നും പേടിയില്ല, നരകത്തെ ഒന്നും പേടിയില്ല. നമുക്ക് പേടി നമ്മൾ എന്ത് ചെയ്യുന്ന? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പേടി കൊണ്ട് നിനക്ക് എന്ത് നേടാനാ? എടാ ചങ്ങാതി, വരാനുള്ളത് വരിക തന്നെ ചെയ്യും, അത് വഴി തങ്ങൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷ വരുമല്ലോ, 4 ഭാഗത്ത് നിന്ന് നമുക്ക് പരീക്ഷണങ്ങൾ വരും. എന്തിനാ നീ പേടിക്കുന്ന? എന്തിനാ? നീ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തന്നെ അള്ള നിന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. അത് തട്ടിമാറ്റാൻ ആരെ കൊണ്ടാ പറ്റുക? എടാ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്നിട്ട് എന്റെ മരണം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ച, അമേരിക്കയുടെ പ്രസിഡന്റ് വിചാരിച്ച, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിചാരിച്ച എന്റെ മരണം മാറ്റാൻ പറ്റുമോ? ഈ ലോകത്തുള്ള സർവ്വരും തലകുത്തി നിന്ന എന്റെ മരണസമയം മാറ്റാൻ പറ്റുമോ? പറ്റൂല. ഇത് അള്ളാഹ് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കാര്യമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഈ ഭയമങ്ങകളാ സുന്നത്ത് മുറുകെ പിടിക്കുക ജീവിതത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വിജയം നമുക്ക് സുനിശ്ചിതമാണ്. നമുക്ക് വിജയം വരുമടോ, അള്ളാന്റെ സഹായം വരുമടോ. ഇന്ന് മുസ്ലിമിന് ഇസ്സത്തുണ്ടോ? ഇന്ന് ഈ സമുദായത്തിന് ഇസ്സത്തുണ്ടോ? വരുന്നവനും പോകുന്നവനും തട്ടിയിട്ട് പോവുകയാണ്. ആർക്കും തട്ടാനുള്ള ഒരു ചെണ്ടയായി ഞാനും നിങ്ങളും മാറിയല്ലോ. എല്ലാവരും പരിശുദ്ധമായ ദീനിനെതിരെ തിരിയുകയാ. എല്ലാവരും നമ്മളെ കുറ്റം പറയുകയാണ്, നമ്മളെ അവഹേളിക്കുകയാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? നമ്മുടെ ജീവിതത്തിൽ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നില്ല. നമ്മൾ അള്ളാനെ മറന്നു, അള്ളാന്റെ റസൂലിനെയും മറന്നു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതവും നമ്മൾ കൈവെടിഞ്ഞു. ഇത് വെടിഞ്ഞപ്പോ നമുക്ക് ഇസ്സത്തില്ലല്ലോ. പടച്ച എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് പറയുകയാ, ഒരിക്കലും ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് പേടിക്കരുത്. ശത്രുവിന്റെ വലിപ്പം കണ്ടിട്ട് നമ്മൾ ആരും ഭയപ്പെടരുത്. എന്തിനാ ഭയപ്പെടുന്നത്? നീ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കടോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ചരിത്രം എടുത്തു നോക്ക്. എവിടെയാ ഭൂരിപക്ഷം വിജയിച്ചിട്ടുള്ളത്? ഭൂരിപക്ഷം ഇന്ന് വരെ ഒരു യുദ്ധത്തിലും വിജയിച്ചിട്ടില്ല. വിജയിച്ചത് ന്യൂനപക്ഷമാണ്. ബദറാകട്ടെ, ഉഹദാകട്ടെ, ഹന്തക്കാകട്ടെ, ഖൈബറാകട്ടെ, ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്ക്, എല്ലാം വിജയിച്ചത് ന്യൂനപക്ഷമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പടച്ചവനെ, ഭൂരിപക്ഷത്തിന്റെ വലുപ്പം കണ്ട് ഒരിക്കലും ഭയപ്പെടരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഉസ്താദന്മാര് മഗ്രിബിനൊക്കെ ഓതുന്ന ഒരു സൂറത്താ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ
വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസുഫിൻ മഅകൂൽ. എന്താണ് ഈ സൂറത്തിനകത്ത് അല്ലാഹ് പറയുന്നത്? എടാ, അപ്രകത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെന്ന് പറയുന്ന മൃഗവുമായി, ആ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വരികയാ. അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ ആനയെന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയും കൊണ്ട് അപ്രകത്ത് കടന്നു വരുമ്പോ അല്ലാഹു അവനെ തകർത്ത് കളഞ്ഞതെങ്ങനാ? മക്കക്കാരുടെ കയ്യിൽ ആനയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനയുമായി കഅബാലയത്തെ തകർക്കാമെന്നോ? എങ്കിൽ അല്ലാഹു അവനെ തകർത്തത് എന്തുകൊണ്ടെന്നറിയോ? മോനെ, കുരുവി എന്ന് പറയുന്ന ചെറിയ കിളിയുണ്ടല്ലോ, ഏറ്റവും ചെറിയ കിളിയാണ് കുരുവി. ആ കുരുവിയെ കൊണ്ട് അല്ലാഹു അവനെ തകർത്ത് കളഞ്ഞില്ലേ? അവന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞില്ലേ? പശുവ് പുല്ല് തിന്നിട്ട് വയറ് നിറച്ചു കഴിയുമ്പോ ആ ബാക്കി വന്ന പുല്ല് ചവച്ചിട്ട് അതാ ചവിട്ടിത്തേക്കുന്നത് പോലെ അപ്രകത്തിന്റെയും ആനപ്പടയും അല്ലാഹു തകർത്ത് കളഞ്ഞെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പെങ്ങളെ, മോളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ഒരു പേടിയും വേണ്ട. ഹിജാബിട്ടതിന്റെ പേരില്, ഫർദയിട്ടതിന്റെ പേരില് നിന്നെ പരിഹസിക്കട്ടെ, നാണം കെടുത്തട്ടെ, കളിയാക്കട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. പൊന്നുമോളെ, നബിതങ്ങളെ നീ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാ. ഈ കളിയാക്കുന്നവർ മുഴുവനും ഒരു ദിവസം നിന്റെ മുമ്പിലേക്ക് തിരിച്ചു വരുമല്ലോ. അവര് കുറച്ചു ദിവസം കളിയാക്കുമടോ, അത് കഴിഞ്ഞാൽ അവസാനം അല്ലാഹു അവരുടെ മുമ്പിൽ നിനക്ക് ഇസ്സത്ത് തരുമല്ലോ. മോളെ, മംഗലാപുരം കർണാടക ഇവിടെ പരിസരമാണല്ലോ. പടച്ചവനെ, മംഗലാപുരത്ത് ഹിജാബ് നിരോധിച്ചല്ലോ. സ്കൂളിൽ വരുന്ന കുട്ടികൾ ഹിജാബ് ഇട്ടുകൊണ്ട് വരാൻ പാടില്ല എന്ന സ്കൂളിലെ നിയമം ഇറക്കിയപ്പോ പല വാപ്പയും ഉമ്മയും പറഞ്ഞു, ഹിജാബ് ഇടാതെ സ്കൂളിൽ പോകൂ. മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഹിജാബ് ഇടണ്ട, നിങ്ങൾ വസ്തു ഹിജാബില്ലാതെ സ്കൂളിലേക്ക് കടന്നു പോകൂ. എന്നാൽ ചില മാതാപിതാക്കൾ പറഞ്ഞു, ഹിജാബ് വേണം, സ്കൂള് വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് വേണ്ടത്. അതുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത സ്കൂളിൽ എന്റെ മക്കള് പഠിക്കണ്ട. സുമയ്യ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെൺകുട്ടി ഹിജാബും ഇട്ടുകൊണ്ട് പടച്ചവനെ ശത്രുക്കളുടെ മുന്നിൽ പോകുന്ന വീഡിയോ കണ്ട പെങ്ങള്, അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ചതാ സുമയ്യയായിരുന്നു പൊന്നുമോളെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹിജാബ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ നാട്ടില് ഹിജാബ് ഇട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? ഇതൊക്കെ കാണാൻ പറ്റുന്ന തെളിവുകളാ സഹോദരാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു ദുനിയാവിൽ തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അല്ലാഹുവേ, നിന്റെ പേടി നഷ്ടപ്പെടുകയാണ്. അല്ലാഹനെ മാത്രമേ നീ ഭയപ്പെടൂ, അല്ലാഹനെ മാത്രമേ നിനക്ക് പേടിയുള്ളൂ, മഖ്ലൂക്കുകളെ നിനക്ക് പേടിയില്ല. 2, ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു നിന്നെ കുറിച്ച് പേടി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എടാ, അവിടെ ഇവിടെ നിന്നിട്ട് കൊല്ലും വെട്ടും ജഗ ചെയ്യുന്നൊക്കെ പറയും. പക്ഷെ നിന്നെ യഥാർത്ഥത്തിൽ പേടിയാടോ? താടിയുള്ളവനെ, തലപ്പാവുള്ളവനെ ഭയവാ. അവർക്ക് അങ്ങനെ, നമ്മൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ അവർക്ക് പേടിയാ. നമ്മളൊന്ന് കൂലോ തക്ബീർ എന്ന് വിളിച്ചു നോക്കിയേ, പേടിയാടോ അവർക്ക്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു പേടി കൊടുക്കും. നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഭയം കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബിതങ്ങൾ ഒരു നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ പോകുന്നതിന് മുമ്പേ അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഭയം കൊടുത്തു കളയും. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് മറ്റുള്ള എല്ലാവരോടുള്ള ഭയം നമുക്ക് പോകും. അല്ലാഹനെ മാത്രം ഭയം. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിന്നെ കുറിച്ചുള്ള ഭയം കൊടുക്കും. അവന്റെ കൈകാലുകൾ വിറയ്ക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, ദുനിയാവിൽ അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം, നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരും.
നീ ഉദ്ദേശിക്കാത്ത രീതിയിലൂടെ അള്ളാഹു നിനക്ക് ഭക്ഷണം തരും. എന്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹു ദുനിയാവിൽ തരുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ് നിനക്ക് വിശക്കുമ്പോൾ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും. നീ മനസ്സുകൊണ്ട് പോലും വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ, ഇത് ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലമാ. വിശദീകരിക്കുന്നില്ല. ഇനി മരണത്തിന് ശേഷം ഒരു പ്രതിഫലമുണ്ട് ചെറുപ്പക്കാരാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, സൂർ എന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. റബ്ബേ, അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ ആ രംഗത്തെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞല്ലോ, ഗർഭിണികളായ പെണ്ണുങ്ങൾ അറിയാതെ പ്രസവിച്ചു പോകുന്ന ദിവസമാ. പെങ്ങളെ, നീ എന്ന് പറയുന്നത് പ്രസവത്തിന് മരണവേദനയാണെന്നാ, എങ്കിൽ ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്ന വേദനയുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവൾ അറിയൂല. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് മസ്റയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗം നടത്തുമ്പോ ആയിഷ ബീവി വീടിനകത്തിരുന്ന് പ്രഭാഷണം കേൾക്കുകയാണ്. നബി തങ്ങളെ നസീഹത്ത് കഴിഞ്ഞു വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടക്കുകയാണ്. നബി തങ്ങൾ ഓടിച്ചെന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ച് മടിത്തട്ടിലേക്ക് കിടത്തി. നബി തങ്ങൾ ചോദിക്കുന്നു, ആയിഷ എന്തു പറ്റി ആയിഷ, എന്തു പറ്റി ആയിഷ, എന്താണ് നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അങ്ങ് പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞു പോയതാ നബിയേ, പേടിച്ചു പോയതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ, അവിടെന്ന് സമാധാനിപ്പിക്കുകയാ. ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്നോട് സ്നേഹമുണ്ടോ നബിയേ, എന്നെ ഇഷ്ടമാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിയേ, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ? എന്നെ പരിഗണിക്കുമോ നബിയേ? എന്നെ കണ്ട പരിചയം കാണിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുമ്പോ നബി തങ്ങൾ കരയുകയാ, നബി തങ്ങൾ കരയുകയാ. ആയിഷ, അല്ലാഹുവിന്റെ കോടതിയിൽ 3 സ്ഥലമുണ്ട് ആയിഷ. അവിടെ ആരെങ്കിലും എത്തിക്കഴിഞ്ഞ ഫലാ യദ്കുറു അഹദുൻ അഹദാ, ഒരാളും പിന്നെ തിരിഞ്ഞു നോക്കില്ല, ഒരാളും സഹായിക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട വഅദ കേൾക്കാമെന്നവരോട് പറയുകയാണ്, 10 മണിയായില്ലേ ബാപ്പാ, 10 മണി കഴിഞ്ഞില്ലേ ബാപ്പാ, ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുകയാണ്. വല്ലാത്ത ചൂടല്ലേ പെങ്ങള്? ഫർദയിലൂടെ ഫർദയ്ക്ക് ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുമ്പോ ശരീരത്തിന്റെ വിയർപ്പ് തുടയ്ക്കുന്ന ഉമ്മ, എവിടെയാണ് സൂര്യൻ നിൽക്കുന്നതെന്നറിയോ? നിന്റെ തലയേക്കാൾ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ്. ആ
സൂര്യൻ അസ്തമിച്ചോ, 6 മണി കഴിഞ്ഞപ്പോ അസ്തമിച്ചതാണ്. ഇപ്പം 4 മണി 4.5 മണിക്കൂറായി. ഇപ്പോഴും നിനക്ക് ചൂടാട്, ഇപ്പോഴും നിനക്ക് വിയർക്കുന്നല്ലോ വാപ്പാ. ഇതൊന്നും ഒരു ചൂടല്ല വാപ്പാ, ഇതൊന്നും ഒരു വിയർപ്പല്ല വാപ്പാ, അതൊക്കെ അങ്ങ് പരലോകത്താ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരും നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ചെളിക്കകത്ത് നിന്ന് ഉണ്ടാക്കിയ ഇഷ്ടിക എങ്ങനെയാ ചുമന്ന നിറമായത്? അത് ചൂളക്കകത്തിട്ട് കത്തിച്ച് നിറം മാറ്റിയതാണ്. അടുത്തു പോയിട്ടുണ്ടോ ബാപ്പാ? നീ ചൂളയുടെ ചാരത്ത് പോയവനല്ലേ? എന്തൊരു ചൂടാ, എന്തൊരു പ്രയാസമാ. ഒന്നുമല്ല വാപ്പമാര്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാളവണ്ടി കണ്ടിട്ടുണ്ടോ മോനെ? ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായിൽ നിന്ന് പതയും നൊരയും ഒഴുകുകയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് നിനക്ക് കാണാ മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഒഴുകുകയാ. പെങ്ങന്മാരെ, ചോറ് വെക്കുമല്ലോ, കലത്തിനകത്ത് കടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് കാണുന്ന ഉമ്മ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഒഴുകുന്ന ഒരു ദിവസം വരാനുണ്ട്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും ഓടുകയാണ്. യാ വൈലത്താ, യാ ഹസ്റത്താ, എന്റെ നാശമേ, നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉടുതുണിയില്ലാതെ ചെമ്പിന്റെ തറയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവേ, ഒരു ജാണ് മുകളിലേക്ക് സൂര്യനെ അല്ലാഹു ഇറക്കുകയാണ്. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന് നിന്റെ തലയുടെ ഒരു ജാണ് മുകളിലേക്ക് സുബ്ഹാനല്ലാഹ് അല്ലാഹു താഴ്ത്തുമല്ലോ. ഉടുതുണിയില്ലല്ലോ, ചെമ്പിന്റെ തറയിലാ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ജനങ്ങൾ മുഴുവനും കരയുന്ന ദിവസം. അന്ന് എല്ലാവരും കൂടെ ആദം നബിയുടെ മുമ്പിലേക്ക് കടന്നു പോവുകയാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ, നിങ്ങളെ അല്ലാഹുവല്ലേ സൃഷ്ടിച്ചത്, അല്ലാഹുവല്ലേ റൂഹൂദിയത്, നിങ്ങളെ സ്വർഗത്തിൽ ജീവിച്ച ആദ്യത്തെ മനുഷ്യനല്ലേ, ഞങ്ങളെ സഹായിക്കുമോ, ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ? ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ജനങ്ങൾ മുഴുവനും ചെന്ന് ചോദിക്കുമ്പോ ആദം നബി പറയുകയാ, നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ എന്ന സങ്കടത്തിലാണ് ഞാൻ ഇന്ന്, വല്ലാത്ത ഒരു പ്രയാസത്തിലാ. എന്റെ കാര്യം എന്താകുമെന്ന് എനിക്കറിയില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയെ കാണിച്ചു കൊടുക്കുകയാ. എല്ലാവരും നൂഹ് നബിയുടെ ചാരത്തു ചെല്ലുകയാണ്. നൂഹ് നബിയും പറയുന്നു, മക്കളെ, എന്റെ കാര്യം വല്ലാത്ത പ്രയാസത്തിലാ. നൂഹ് നബി അടുത്ത പ്രവാചകനെ കാണിക്കുകയാ. മൂസാ നബിയുടെ ചാരത്ത് ചെന്നോ, ഇബ്രാഹിം നബിയുടെ ചാരത്ത് ചെന്നോ, യൂനുസ് നബിയുടെ ചാരത്ത് ചെന്നോ. ഓരോ പ്രവാചകന്മാരുടെ ചാരത്തും ഞാനും നിങ്ങളും കടന്നു പോവുകയാണ്. എല്ലാവരും കൈവിടുകയാണ്, എല്ലാവരും കൈയിടുകയാണ്. ആരാരും നമ്മളെ സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ഞാനും നിങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, വാടാ സിറാജ്, വാടാ പൊന്നുമോനെ, വാടാ പൊന്നുമോര്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കോടാനുകൂടി വരുന്ന ജനങ്ങള്, നാളെ അല്ലാഹുവിന്റെ കോടതിയില് കോടാനുകൂടി വരുന്ന ജനങ്ങൾ നിൽക്കുകയാ. ഈ വഅദ് പറയുന്ന സദസ്സിൽ വഅദ് നിർത്തിയിട്ട് ഒരാളെ ഞാൻ വിളിച്ച് സ്റ്റേജിൽ കിരുത്തിയാൽ എത്ര സന്തോഷമാ സഹോദരാ.
3 സ്വലാത്ത് സല്ലല്ലാഹു ഒരു പ്രാണി അകത്ത് പോയപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഖബറിൽ പോയി കിടക്കുമ്പോൾ അവസ്ഥ എന്താ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ പഠിച്ചവനെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട്. ഇത്ര മനോഹരമായിട്ട് തഴുവുസ്ത പറയുന്നു. വർഷവനെ ഓണം വന്നപ്പോൾ കിറ്റ് വാങ്ങാൻ തിരക്കൂട്ടണമെന്നല്ല, അവിടെ ക്യൂ ഒന്നും ഇല്ലടോ, ഇടിയോടെ ഇടിയ. അള്ളാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. എടോ, നമ്മൾ നാളെ അള്ളാഹുടെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരും അവരുടെ സമുദായവും അള്ളാഹുടെ കോടതിയിൽ എല്ലാവരും നിൽക്കുകയാ. ആരൊക്കെയാണ്? ആദം നബി മുതൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബിയും സക്കരിയ നബിയും യഹ്യാ നബിയും. പടച്ചവനെ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങൾ, താബീങ്ങൾ, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ, നിന്റെ വാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പിറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കുടുംബക്കാര്, നിന്റെ കൂട്ടുകാര്, നാട്ടുകാര് എല്ലാവരും നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് വിളിക്കുന്നു, വായിഷ. അള്ളാഹുവിന്റെ റസൂല് വിളിക്കുകയാ, നീ എന്റെ അടുക്കലേക്ക് വാ. ആരെയാണ് വിളിക്കുന്നതെന്നറിയോ? സുന്നത്തി ഹുർമത്തു അലൈഹി ശഫാഅതി. ഈ ദുനിയാവിലെ ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ആരാണോ മുറുകെ പിടിച്ചത്, ആരാണോ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചത്, ആ സുന്നത്ത് മുറുകെ പിടിച്ചവര് നാളെ നബി തങ്ങൾ കയ്യിൽ പിടിച്ച സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉപ്പമാരെ നബി തങ്ങൾ കൈവിടൂല, ചെറുപ്പക്കാരെ നബി തങ്ങൾ കൈവിടൂല, ഉമ്മമാരെ ആര് മറന്നാലും നിന്നെ റസൂലുള്ള മറക്കൂല. ആ നബി തങ്ങൾ നിന്നെ കൊണ്ടുപോകും പെങ്ങള്. ഇത് സുന്നത്ത് ജീവിതത്തിൽ ചെയ്യുന്നവർക്ക് അല്ല കൊടുക്കുന്ന പ്രതിഫലമാ, ഇത് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരെ, സമസ്തയുടെ പണ്ഡിതന്മാര്, പടച്ചവനെ നമുക്ക് മറക്കാൻ പറ്റുമോ? മഹാനായ ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ ബർസഖിയായ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. സമസ്തയുടെ ഏത് പണ്ഡിതന്മാരാകട്ടെ, അല്ലാഹുവേ, കോയക്കുട്ടി ഉസ്താദിനെ മറക്കാൻ പറ്റുമോ? പടച്ചവനെ, എത്രയോ മഹത്തുക്കളായ പണ്ഡിതന്മാര്, അവരൊക്കെ ജീവിച്ചിരുന്നത് എങ്ങനെയാണോ, എന്തൊരു താഴ്മയായിരുന്നടോ. സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരല്ലേ, കയ്യിലെ തസ്ബീഹും പിടിച്ച് നടന്നവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ,
അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ദുനിയാവിൽ വെച്ച് അല്ലാഹു തരുന്നത് 3 പ്രതിഫലമാ. ആഖിറത്തിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കൈപിടിച്ച് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവേ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കണം ഇൻഷാ അല്ലാഹ്. പറയടോ, ജീവിതത്തിൽ ഒരു സുന്നത്തെങ്കിലും മുറുകെ പിടിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, ഒരുപാടൊന്നും വാരിക്കൂട്ടി ചെയ്യണ കാര്യമില്ല, ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? നിങ്ങളെന്താ വെടിയുണ്ടോ? സുഖമല്ലേ? ആ ഉണ്ടോ? സുഖമാണോന്ന് വെച്ചപ്പോൾ ആ സുഖമാണോന്ന് വെച്ചപ്പോൾ ആ ചിരി, തലകുലുക്കല്, ഉണ്ടാതിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ആ സഹാബിയോട് ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിനക്ക് സുഖമാണോ? ആ ചങ്ങാതി പറഞ്ഞു, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ റാഹത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മറുപടി കേട്ടപ്പോൾ തന്നെ ദുആ ചെയ്തു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ കയറി വന്നു. ആ രണ്ടാമത് വന്ന സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞു. എന്നാ പറഞ്ഞു ആ സഹാബി, ഖൈർ, സുഖമാണ് നബി, റാഹത്താണ് നബി. നബി തങ്ങൾ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, എന്താ എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ എനിക്കില്ലേ എന്ന്. അപ്പോഴാ നബി തങ്ങൾ പറഞ്ഞത്, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗിന റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിഗിന റസൂലുള്ളാഹി. അപ്പൊ ഇനി പറ, സുഖമാണോ? എങ്ങനെ? കേട്ടില്ല, എങ്ങനെ? അറിയല്ലേ? അപ്പൊ അറിയാം. സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയണ്ടേ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? പെണ്ണുമ്പിള്ള എങ്ങനെയുണ്ട്? മക്കൾ എങ്ങനെയുണ്ട്? ഈ അൽഹംദുലില്ലാ ജീവിതത്തിൽ മുറുകെ പിടിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് മുറുകെ പിടിക്കണം? ആരെന്തി വെച്ചാൽ എന്ത്? നബി തങ്ങൾ പറഞ്ഞല്ലേ, ആരെന്തി വെച്ചാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ. ഒരു സുന്നത്തായില്ലേ? കാശൊന്നും കൊടുക്കണ്ടല്ലോ, ഒരു സുന്നത്തായില്ലേ? പക്ഷെ ആരെന്തി വെച്ചാൽ എന്ത് പറയാ? അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് അൽഹംദുലില്ലാ, അതൊരു ശുക്റാടോ, ഇതൊരു നന്ദി രേഖപ്പെടുത്തുക. ഇതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നേട്ടമേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സുന്നത്ത് പഠിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഒരു സുന്നത്ത് ജീവിതത്തിൽ പഠിച്ചു. ഇത് ഹയാത്താക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ഹയാത്താക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ രണ്ടാമത്തെ കാര്യം എന്താ? വിശദീകരിക്കുന്നില്ല, രണ്ടാമത്തെ നന്മ പറിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവേ, ഈ പറയുന്ന നന്മ ജീവിതത്തിൽ ചെയ്യാ ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, സംഘാടകർ ബക്കറ്റ് എടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഉറക്കം നടിക്കരുത്, അഭിനയിക്കരുത്, കാണാത്തവനെ പോലെ ഇരിക്കരുത്. എന്തിനാണ് ഈ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്? ഈ സംഘാടകർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല. പടച്ചവനെ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പടച്ചവനെ, സഹചാരിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട അറിവില്ലടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെ കുറിച്ച് അറിയാമല്ലോ. എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന രോഗികൾ, ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, പ്രഷർ പിടിച്ച് ഷുഗർ പിടിച്ച് കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, ലിവർ രോഗികൾ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂട്ടായ്മയാ. പടച്ചവനെ, ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്.
പറയുകയാണ്, കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. നഷ്ടമൊന്നുമില്ലടോ, ഇത് കൊടുത്താൽ ലാഭം നമുക്കാടോ. ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന 10 രൂപ ഒരിക്കലും നിനക്ക് നഷ്ടമാകൂല. ഇത് അല്ലാഹിക്കൽ നേട്ടം നിനക്കാ, അല്ലാഹിക്കല്ല. അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ പേര് കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ വരുന്ന കാലമാണ്. പടച്ചവനെ എന്ന കുടുംബത്തിലൊരു ക്യാൻസർ രോഗിയുണ്ട്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു അത്ഭുതമാണ്, വലിയ രോഗമാണ്. ഇന്ന് ഒരു കുടുംബം എടുത്തു നോക്കടോ, ആ കുടുംബത്തിൽ ഒന്നുകിൽ ക്യാൻസർ രോഗി, അല്ലെങ്കിൽ കിഡ്നി രോഗി. ഓരോ കുടുംബത്തിലും രോഗികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാ. പടച്ച റബ്ബേ, എന്തെല്ലാം ക്യാൻസറാണ്. ഈ അടുത്താണ് ഒരു ചെറുപ്പക്കാരൻ 27 വയസ്സുള്ളവന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ പല്ലുവേദനയായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നതാ. വേദനയായിരുന്നു, ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നോ. ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചപ്പോ ഡോക്ടർ പറയുന്നു പഴുപ്പായിട്ടുണ്ട്. അല്ലാഹുവേ, റിസൾട്ട് വന്നടാ ചെറുപ്പക്കാരാ. ആ പല്ലുവേദന അവസാനം ക്യാൻസർ ആയടാ മോരെ. എടോ, എന്തെല്ലാം രോഗങ്ങളാണ്. മലദ്വാരത്തിൽ ക്യാൻസർ, പടച്ചവനെ മജ്ജയിൽ ക്യാൻസർ, എന്തെല്ലാം രോഗങ്ങളാണ്. കിഡ്നിയൊക്കെ മാറ്റി വെക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാ പെങ്ങള്. പൊന്നുമോളെ, ശരീരത്തിൽ എവിടെയെങ്കിലും വരുന്ന മുഴ അവസാന ക്യാൻസറായി മാറുകയാ. ട്യൂമർ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാ. പടച്ചവനെ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങള്. വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നവരല്ലേ രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പാടെ ചാരത്ത് മക്കളിരുന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഷെയർ ചെയ്യണേ, എന്റെ ഉപ്പാനെ സഹായിക്കണേ. ഈ ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ അല്ലാഹുവോട് പറയണം, അല്ലാ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ലാ. നിബിതങ്ങൾ പറഞ്ഞടോ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ, ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിയാത്തവരല്ലല്ലോ. പടച്ചവനെ, ഹോസ്പിറ്റലിന്റെ ഐസിയുവിനകത്ത് കിടക്കേണ്ട ദിവസം വന്നാ, ഉസ്താദേ ദുആ ചെയ്യണേ, പള്ളിക്ക് വേണ്ടി സദക്ക കൊടുക്കുകയാ. പെങ്ങളെ, പാപങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, കോളേജുകൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സ്വർണം ചോദിച്ചാ ഊരിത്തരാൻ മടിയാണല്ലോ. എങ്കില് ക്യാൻസറിന്റെ ടെസ്റ്റിനയച്ചാ കൊടുക്കാനുണ്ടല്ലോ, കൊടുക്കാനുണ്ടല്ലോ. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, സദക്ക വെറുതെയാകില്ല. ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ. പടച്ചവനെ, എന്ന് പെൺകുട്ടികളും ആൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്ന കാലമാണ്. നിസാര കാര്യങ്ങൾക്ക് വേണ്ടി പടച്ചവനെ, ആത്മഹത്യ നമ്മുടെ സമുദായത്തിൽ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികൾ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കയറെടുത്ത് തൂങ്ങുന്ന കാലമാ. അല്ലാഹുവേ, നിബിതങ്ങൾ പറഞ്ഞല്ലോ, മോശമായ മരണങ്ങളിൽ നിന്ന് സദക്ക രക്ഷപ്പെടുത്തുമടോ. മോശമായ മരണമുണ്ടല്ലോ, ഈമാനില്ലാത്ത മരണമുണ്ടല്ലോ, ആ മരണത്തിൽ നിന്ന് സദക്ക രക്ഷപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് സംഘാടകർ മുന്നിലേക്ക് കടന്നു വരികയാ. പാപങ്ങൾക്ക് വേണ്ടിയാ, രോഗികൾക്ക് വേണ്ടിയാ, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയെടുത്ത് ബക്കറ്റിലേക്കിടൂ. അല്ലാഹുവേ, സ്വീകരിക്കണേ അല്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് ആരെല്ലാം സദഖ കൊടുക്കുന്നോ സ്വീകരിക്കണേ അല്ലാഹ്. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ, ക്യാൻസർ പോലെ, ട്യൂമർ പോലെ, കിഡ്നി രോഗം പോലെ, റിവർ രോഗം പോലെ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കളെ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടോ, കരിച്ചു കളയണേ അല്ലാഹ്, കരിച്ചു കളയണേ അല്ലാഹ്. അറുത്ത് മുറിക്കല്ലേ അല്ലാഹ്, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാഹ്. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖ എല്ലാവരും കൊടുക്കും. ബക്കറ്റ് കൊണ്ടുപോകണം ചങ്ങായിമാര്, ഇത്തിരി സ്പീഡ് കുറച്ചോടാ. അള്ളാഹുമാർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നബിതങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്താ? പറകാക്കാമാരെ, എന്താ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം? അവൻ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കുക, അത് സുന്നത്താ. താഴെ വീണെന്ന ഭക്ഷണം എടുത്തു കഴിക്കുക, അതും സുന്നത്താ. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ലെങ്കിലും നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുക. അതാരോടാ പറയണത്? നിന്ന് തിന്നുവാ ഇന്ന് മനുഷ്യന്മാർ. ഇതായിരിക്കുന്ന പെണ്ണുങ്ങൾ രാവിലെ സ്കൂളിൽ വിടുന്ന ഒരു സമയമുണ്ട്, വീട്ടിൽ പോയാൽ കാണാം ഓട്ട മത്സരം. ഉമ്മ പുട്ടും കൊണ്ട് മക്കളുടെ കൂടെ നടക്കുക, ഉമ്മ പുട്ടും കൊണ്ട് മക്കളുടെ ദോശയും കൊണ്ട് മക്കളുടെ കൂടെ ഓടുക, വായിക്കകത്ത് കുത്തി കയറ്റുന്നുണ്ട്, അവൻ ഇങ്ങനെ ഓടുക. നിനക്കറിയത്തില്ലേ പെങ്ങളെ, നിന്ന് തിന്നാൻ പാടുണ്ടോ, നിന്ന് കുടിക്കാൻ പാടുണ്ടോ? അത് വലിയ പാവ. എന്ത് നിനക്കറിയാത്തത്? ഒരു നിമിഷം മക്കളെ വിളിച്ചിരുത്തി കൊടുക്കാൻ നിനക്ക് പറ്റണില്ലേ? നബിതങ്ങൾ പറഞ്ഞത് മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു തരും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇന്ന് ഇഞ്ചക്ഷന് 18 കോടി അല്ലേ? 2 ദിവസം നമ്മൾ വെച്ചൊക്കെ ഒരു കുട്ടി 2 ദിവസം മുമ്പ് വ്യാഴാഴ്ച അള്ളാഹുവെ പടച്ചവനൊരു കുഞ്ഞിന്റെ കാര്യം പറയുന്നു. ഇഞ്ചക്ഷന് 88 ലക്ഷം രൂപയാടോ 11 ഡോസ് എടുക്കാൻ. ആ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. 6 മാസം പ്രായമുള്ള കുട്ടി. എന്തെല്ലാം മാരകമായ രോഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ട് നീ ഓടുന്നില്ലേ? ഓടുന്നീ. ആശുപത്രികൾ ഓരോന്നോരോന്നോടെ RCC വരെ ഓടാനുള്ള ഓട്ടവായ്പ രാവിലെ വീട്ടിൽ നടക്കുന്നത്. ട്രൈല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇരുന്ന് തിന്നുന്നില്ല. ആരോടാ പറയണത്? ആമീൻ ആമീൻ. ഏത് ആമീൻ? കല്യാണ വീട്ടിൽ പോയിട്ട് എരന്ന് തിന്നുന്നവൻ. അവിടെ ഓടി നടന്നി. നമ്മളോ കല്യാണ വീട്ടിൽ പോകും, എന്നിട്ട് പാത്രമായിട്ട് ഇരക്ക ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്. ഇരിക്കാൻ കസേരയില്ല, നിന്ന് തീറ്റി. തിന്നോ? ഒക്കെ നല്ല തീറ്റിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാ ചങ്ങാതി പോണ അങ്ങനെയുള്ള കല്യാണത്തിനൊക്കെ? തിന്നാൻ പോയില്ലടോ, ഞാൻ പോത്തില്ല. ഇങ്ങനെ ബൊഫേ പരിപാടിയുള്ള കല്യാണത്തിൽ വേണമെങ്കിൽ എനിക്ക് കൊണ്ടുവച്ചാൽ കഴിക്കത്തില്ല. എൻ്റെ വീട്ടിൽ പോയി ചോറും കഞ്ഞിയും പയറും കുടിക്കും. അന്തസ്സുണ്ടതിനാണ്. വല്ലവൻ്റെ മുമ്പ് ഇത് ഇപ്പോഴല്ലേ വന്നേ? ഈ അടുത്ത കാലത്തല്ലേ എരന്ന് തീറ്റി വന്നത്? പാത്രമായിട്ട് ജയിലിൽ നിൽക്കണ പോലെ ക്യൂ നിന്നിട്ട് വാ വാ. അല്ലാഹു അഅലം. റിസ്ക് എന്ന് പറയുന്ന മുമ്പിൽ കൊണ്ട് വെച്ച് തരണമല്ലോ, അതല്ലേ? അൽഹംദുലില്ലാ. അങ്ങനെ ആ തീറ്റിയൊക്കെ ഒഴിവാക്കണം. അങ്ങനെയുള്ള കല്യാണത്തിനൊന്നും പോവുകയും ചെയ്യരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പം നിങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ഞാൻ 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. 50 എന്ത് വേണം? പറയണമെന്ന് നിർത്തണോ? നിങ്ങൾ പറയണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ പണിയില്ല. നാളെ പെരിന്തൽമണ്ണയിൽ കണ്ട വായത്. അപ്പം ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? ഒന്ന് പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഓ, പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണം. ആകെ കുറച്ച് പെണ്ണുങ്ങളെ ഉള്ളൂ, വളയും മോതിരമൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് ഉരുവാ. എന്തിനാ അതൊക്കെ? അതല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 2 മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതെങ്കിലും ഒരു മനുഷ്യന് മഹബ്ബത്തുണ്ടായാൽ, ആ നബി തങ്ങളോട് ഏതെങ്കിലും ഒരു മനുഷ്യന് സ്നേഹമുണ്ടായാൽ, നമ്മൾ പറയുന്നത് സത്യമാണോ
അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാ അറിയാതെ അവന്റെ നാവിന്റെ തുമ്പിലേക്ക് സ്വലാത്ത് കടന്നു വരും. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അറിയാതെ നാവിന്റെ തുമ്പിലേക്ക് സ്വലാത്ത് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുകയാണ്. അത് വല്ലാത്ത ഒരടയാളമാണോ? എല്ലാവർക്കും അത് പറയാൻ കഴിയില്ല, എല്ലാവർക്കും സ്വലാത്ത് പറയാൻ കഴിയില്ല. അത് നബി തങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹമുള്ളവർക്കേ കഴിയൂ, അല്ലെങ്കിലും മടിക്കുകയാണ്. അറിയാതെ അവന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാതെ പോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സാധാരണ ഒരു നബിയല്ലടോ. അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയോ? പടച്ചവനെ, നബിദിനം കടന്നു വരുമ്പോൾ അവിടെയും ഇവിടെയും നീർക്കോലികൾ തലപൊക്കുന്ന കാലമാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഉറങ്ങിക്കിടക്കുന്ന ചിലർക്കങ്ങ് ഹാലളവുകയാണ്. പടച്ചവനെ, എന്തെല്ലാം പറയുകയാണ്. ആരാണ് നബിതങ്ങളെന്നറിയോ? ആരാണ് നബിതങ്ങളെന്നറിയോ? അൽഹംദുലില്ലാ, മഴ പെയ്തെന്ന് തോന്നുന്നു. എല്ലാവരും അകത്തേക്ക് കയറുന്നു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറയടോ. ഇപ്പോഴാ മജ്ലിസ് റെഡിയായ, കയറിക്കോ. അൽഹംദുലില്ലാ, മഴ അള്ളാന്റെ അനുഗ്രഹം. അൽഹംദുലില്ലാ, കസേരമുണ്ട്, നിൽക്കണ്ട, ഇരുന്നോ, കയറി. ഇൻഷാ അല്ലാഹ് മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ നബിദിനമൊക്കെ കടന്നു വരുമ്പോഴത്തേക്ക് ഞണ്ടുകൾ തലവെക്കും. അപ്പോഴത് അവർക്ക് ആകെ ഒന്ന് പറയാൻ കിട്ടുന്ന സമയം അപ്പോഴാ. എന്താ, ആരാ നബിതങ്ങളെന്നറിയോ? നമ്മൾ ഇപ്പോഴും പറയുന്ന ഒരു വാക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ അഷ്റഫുൽ ഖൽഖ് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? എടോ, ഈ ഭൂമിയിൽ അള്ളാഹുവിന് ഒരുപാട് ജീവജലങ്ങളുണ്ട്, മനുഷ്യനുണ്ട്, ജിന്നുകളുണ്ട്, ഒരുപാടുണ്ട്. ആകാശത്തിലും ഭൂമിയിലും കടലിലും കരയിലുമായിട്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അർശ്, കുർശ്, ലൗഹ്, കലം, കഅബ എല്ലാം ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് സർവ്വചരാചരങ്ങളുണ്ട്, അള്ളാഹിന്റെ പരിശുദ്ധമായ കഅബാലയം വരെ. എടോ, ഈ ലോകത്ത് അള്ളാഹു പടച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും അഫ്ളൽ ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ അതർത്ഥം ഈ ലോകത്ത് അള്ളാഹ് പടച്ചു വെച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും അഷ്റഫായത് ആരാണ്? ആരാ കാക്ക? മഹാനായ നബിയിന റസൂലുള്ളാഹി. അള്ളാഹു പടച്ചതിൽ വെച്ച് ഏറ്റവും അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠയുള്ളത് നബിതങ്ങൾക്ക്. ആ നബിതങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ നബിതങ്ങൾക്ക് മാത്രമല്ല ശ്രേഷ്ഠതയുള്ളത്, നബിതങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വം ഉണ്ടോ? ഞാൻ തെളിവ് സഹിതം പറഞ്ഞുതരാം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമല്ല മഹത്വം, നബിതങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും മഹത്വമുണ്ട്. എത്ര തെളിവുകളാണ് നിങ്ങൾക്ക് വേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള സർവ്വ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. ലോകത്ത് വന്ന ഓരോ പ്രവാചകന്മാർക്കും സമുദായമുണ്ട്. അഷ്റഫുൽ ഖൽഖായ നബിതങ്ങൾക്കും സമുദായമുണ്ട്. എങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് കടന്നു വന്നതിൽ വെച്ച് ഏറ്റവും ഖൈർ ഉമ്മത്ത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും ഖൈറായ ഉമ്മത്ത്. ആദം നബിയുടേതല്ല, നൂഹ് നബിയുടേതല്ല, മൂസാ നബിയുടേതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖൈറുൽ ഉമ്മ, ഏറ്റവും ഖൈറായ ഉമ്മത്ത് നബിതങ്ങളുടെ ഉമ്മത്താണ്. കാരണം യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. ഒരു പ്രവാചകൻ മരണപ്പെട്ടാൽ അടുത്ത പ്രവാചകൻ, അങ്ങനെ ഓരോ പ്രവാചകന്മാര് മരണപ്പെടുമ്പോൾ അടുത്ത പ്രവാചകന്മാര് അവരാണ് ദഅവത്ത് ചെയ്തിരുന്നത്. പക്ഷേ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ആ പ്രവാചകന്മാര് ചെയ്ത ഉത്തരവാദിത്തം അല്ലാഹു നമുക്ക് തന്നിരിക്കുകയാ. അൽഹംദുലില്ലാഹ്. അതാണ് സമസ്തയുടെ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, നമ്മുടെ നേതൃത്വങ്ങൾ പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാഹ്. ഇതാടോ പഠിപ്പിച്ചു തരുന്നത്. സമസ്തയുടെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കണോ? ആ കുടക്കീഴിൽ നിൽക്ക്. നിനക്ക് രക്ഷപ്പെടണോ? നിനക്ക് രക്ഷപ്പെടണോ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം.
അൽഹംദുലില്ലാഹ് ഈ കുടക്കീടിലെ സഞ്ചരിച്ചാ നമുക്ക് രക്ഷപ്പെടാമടോ. ഞാൻ പറഞ്ഞു വന്നത് നബിതങ്ങൾക്ക് മാത്രമല്ലടോ, നബിതങ്ങളുടെ ഉമ്മത്തിനും ശ്രേഷ്ഠതയുണ്ട്. ഏറ്റവും നല്ല ഉമ്മത്ത് നബിതങ്ങളുടെ ഉമ്മത്താണ്. അത് മാത്രമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മക്ക എന്ന് പറയുന്ന നാടുണ്ടല്ലോ, ഖൈറുൽ ബിലാദ്, ലോകത്തുള്ള ഏറ്റവും നല്ല നാട് മക്കയാ. ലോകത്തുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാട് ഏതാ? അത് നബിതങ്ങൾ ജനിച്ച മക്കയാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അത് നബിതങ്ങൾ ജനിച്ച മക്ക. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ മദീന, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന നബിതങ്ങളുടെ റൗളാ ശരീഫ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മദീനയുണ്ടല്ലോ, അൽഹംദുലില്ലാഹ് ഈ ഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും നല്ല നാടാ. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെടുമ്പോ എല്ലാത്തിനും മഹത്വമുണ്ടാവുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, നബിതങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥം ഖുർആനാണല്ലോ. തൗറാത്തും ഇഞ്ചീലും സബൂറും പരിശുദ്ധമായ ഖുർആൻ, ഈ 4 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഗ്രന്ഥം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ. കാരണം നബിതങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ ഖുർആനിനും വല്ലാത്ത മഹത്വമുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെടുന്ന എല്ലാത്തിനും വല്ലാത്ത മഹത്വമുണ്ടോ. അപ്പൊ അൽഹംദുലില്ലാഹ് മക്കയ്ക്ക് മഹത്വമുണ്ടായി. നബിതങ്ങൾ ജനിച്ചപ്പോ മക്കയ്ക്ക് മഹത്വമുണ്ടായി. നബിതങ്ങൾ വഫാത്തായി കിടക്കുന്ന മദീനത്തിന് മഹത്വമുണ്ടായി. നബിതങ്ങളുടെ സമുദായത്തിന് മഹത്വമുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നത് ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥമായി. പടച്ചവനെ, ഏത് എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം, ആ ദിവസത്തിനും മഹത്വമുണ്ടോ, ആ ദിവസത്തിനും മഹത്വമുണ്ടോ. തിരിച്ചറിയാൻ കഴിയണം സഹോദരാ. പറയേണ്ടവര് പറയട്ടെ, പറയേണ്ടവര് പറയട്ടെ. അൽഹംദുലില്ലാഹ് മരിക്കുന്ന കാലം വരെ നബിതങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് സന്തോഷിക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റഹ്മത്തുൽ ലിൽ ആലമീൻ, നബി മുഹമ്മദ് മുസ്തഫ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. പടച്ചവനെ, നബിതങ്ങളുടെ മുഹമ്മദ് എന്ന് പറയുന്ന പേരുണ്ടല്ലോ, ആ പേരിന് പോലും മഹത്വമുണ്ടോ? എവിടെ നിന്നാ പേര് വന്നത്? അന്ന് വരെ ആരും മുഹമ്മദ് എന്ന് പേരിട്ടിട്ടില്ല, ഒരാൾക്കും മുഹമ്മദ് എന്ന് പേരില്ലടോ. എവിടെ നിന്നാ പേര് വന്നത്? ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ, നബിതങ്ങളുടെ ഉമ്മയായ ആമിന ബീബിക്ക് ഇൽഹാമിലൂടെ അറിയിച്ചു കൊടുത്തതല്ലേ, അബൂ താലിബൻ അറിയിച്ചു കൊടുത്ത പേരല്ലേ. അതുകൊണ്ട് ആ മുഹമ്മദ് എന്ന് പേര് കേട്ടപ്പോ എല്ലാവരും ചോദിച്ചു, എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി? ഈ മുഹമ്മദ് എന്ന് പറയുന്ന പേര് എവിടെ നിന്ന് വന്നതാ? അല്ലാഹുവിന്റെ മഹ്മൂദ് എന്ന് പറയുന്ന സിഫത്തുണ്ടല്ലോ, ആ മഹ്മൂദ് എന്ന് പറയുന്ന പേരിൽ നിന്ന് അടർത്തിയെടുത്ത പേരാ മുഹമ്മദ്. അതുകൊണ്ടാ മോനെ, ആ പേര് കേൾക്കുമ്പോ അറിയാതെ സ്വലാത്ത് പറയുന്നത്. റബ്ബേ, ഏതെങ്കിലും ഒരു മാതാപിതാക്കള് അല്ലാഹു കൊടുത്ത മക്കൾക്ക് നബിതങ്ങളോടുള്ള മഹബത്ത് കാരണം മുഹമ്മദ് എന്ന് പേരിട്ടാ അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ, നബിതങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദ് എന്ന് പറയപ്പെട്ടാൽ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി, അറിയാതെ നാവിന്റെ തുമ്പിൽ സ്വലാത്ത് വരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.